വാർത്തകൾ തുടരുന്നു. മാനുഷികതയിൽ നിന്നുമാണ് ഭാഷയും സാഹിത്യവും രൂപപ്പെട്ടിട്ടുള്ളതെന്ന് അബ്ദുസമദ് സമദാനി MLA അഭിപ്രായപ്പെട്ടു. പടിഞ്ഞാറേ വെമ്പലൂർ MES അസ്മാബി കോളേജിലെ അറബി വിഭാഗം സംഘടിപ്പിച്ച ദ്വിദിന ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. അറബി ഭാഷ സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ വളരെ വലുതാണെന്നും സമദാനി പറഞ്ഞു. ഇത് ഭാഷയുടെ ഒരു ചർച്ചാവേദിയാണ്. അതോടൊപ്പം വിവർത്തനം എന്ന വളരെ പ്രസക്തമായ സാംസ്കാരികമായി വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വിഷയം, ഒരു പ്രമേയം ചർച്ചക്കെടുക്കുന്ന സന്ദർഭവും കൂടിയാണ്. എല്ലാ നിലയിലും ഈ സംഗമത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. പ്രൊഫഷണൽ ട്രാൻസ്ലേഷൻ തിയറി ആൻഡ് പ്രാക്ടീസ് എന്നുള്ള വളരെ രാജ്യാന്തര പ്രസക്തിയുള്ള, ആഗോളതലത്തിൽ തന്നെ പ്രാധാന്യമുള്ള ഈ വിഷയം ചർച്ചക്കെടുത്തതിന് ഈ സെമിനാർ നടത്തുന്ന പോലെ തന്നെ പ്രധാനമാണ് ഇതിൻ്റെ പ്രമേയം. ഞാനിതിൻ്റെ സംഘാടകരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട്, ഭാഷ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മാവ് പോലെ പ്രധാനപ്പെട്ടതാണ്. ഭാഷയില്ലെങ്കിൽ നാവില്ല, നാവില്ലെങ്കിൽ മനുഷ്യന് സ്വയം പ്രകാശനം സാധ്യവുമല്ല. മനുഷ്യൻ എന്തൊക്കെ കഴിവുകളും സിദ്ധികളും വിഭവങ്ങളും അവൻ്റെ കൈവശമുണ്ടെങ്കിലും അവന് ആത്മപ്രകാശനത്തിനുള്ള ഒരു അവസരമില്ലെങ്കിൽ അവൻ്റെ ജീവിതം അർത്ഥശൂന്യമായിട്ട് ഭവിച്ചു പോകും. ഭാഷയാണ് ആത്മപ്രകാശനത്തിൻ്റെ മാധ്യമം. സെൽഫ് എക്സ്പ്രഷൻ ലാംഗ്വേജിലൂടെ മാത്രം സാധ്യതമാകുന്ന ഒരു പ്രതിഭാസമാണ്. മനുഷ്യനെ സംബന്ധിച്ച് ആത്മാവിഷ്കാരം, ആത്മപ്രകാശനം എത്രമേൽ അനിവാര്യമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. സാഹിത്യമൊക്കെ ഭാഷയിൽ പിന്നെ ഉണ്ടാകുന്നതാണ്. ആദ്യമായിട്ട് ഭാഷ മനുഷ്യൻ ഉപയോഗിക്കുന്നത് സാഹിത്യത്തിനല്ല. ലോകത്ത് എവിടെയെങ്കിലും ഭാഷ സാഹിത്യരചനകൾക്ക് വേണ്ടി ഉണ്ടായതല്ല, സാഹിത്യരചന ഭാഷയ്ക്ക് വേണ്ടി ഉണ്ടായതാണ്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അജിംസ് പി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ AB മൊയ്തീൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. KM അബ്ദുൽ സലാം, ഡോക്ടർ അറഫ സഫർ, ക്യാപ്റ്റൻ VS ജയൻ, ഡോക്ടർ ബിന്ദു ജമാൽ, K ഫിർദൌസ് മോൻ, AB ഷിറാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. NES കോളേജിലെ PG കോഴ്സുകൾ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ സ്റ്റാഫിനെയും ഞാൻ ഈ സന്ദർഭത്തിൽ സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്, അഭിനന്ദിക്കുകയാണ്. ഒരു പുതിയ കോഴ്സ് ആരംഭിക്കുക എന്നത് ഒരു പുതിയ അവസരം സൃഷ്ടിക്കുക അല്ലെങ്കിൽ പുതിയ അവസരം തുറക്കുക എന്നത് തന്നെയാണ്. NESനെ സംബന്ധിച്ചിടത്തോളം നല്ല വിദ്യാഭ്യാസം അല്ലെങ്കിൽ നല്ല അന്തരീക്ഷം അല്ലെങ്കിൽ നല്ല വളർച്ച, ആ ആശയമാണ് NESനെ മുന്നോട്ട് നയിക്കുന്നത്. അത് കൂടുതൽ കരുത്തോടെ കൂടുതൽ പ്രായോഗികതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ NESന് സാധിക്കട്ടെ. ഇന്ന് ആരംഭിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ PG കോഴ്സുകൾക്ക് അതിന് തുടക്കം കുറിക്കുകയാണ്. അത് നിങ്ങൾക്ക് നാളെകളിൽ ഭാവിയിലേക്കുള്ള ഒരു കരുത്തായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന്റെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ട്രഷറർ PK സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ R ചന്ദ്രിക, സെക്രട്ടറി പ്രൊഫസർ VM സിദ്ധാർത്ഥൻ, ചെയർമാൻ ശിവൻ കണ്ണോളി, ഡോക്ടർ VK സതീഷ് ബാബു, വൈസ് പ്രിൻസിപ്പൽ ലളിത ഉണ്ണി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ എഡ്യൂഫെസ്റ്റ് 2014 സംഘടിപ്പിച്ചു. രാവിലെ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗീതാഗോപി MLA ഉദ്ഘാടനം നിർവഹിച്ചു. സംരംഭം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഈ വർഷം 2013-14 സാമ്പത്തിക വർഷത്തിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ തീരദേശ മേഖലയിലെ +2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളും അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ചും ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നൽകുന്ന നിങ്ങളുടെ ഈ ക്ലാസ് ജില്ലാ തലത്തിൽ രണ്ടാമത്തെ തലത്തിലാണ് നമ്മുടെ ഈ മണ്ഡലത്തിൽ ഇത്തരം പൊതു ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഗവൺമെന്റ് തലത്തിൽ ഇത്തരത്തിലുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നടത്തുന്ന ഈ പൊതു ക്ലാസുകൾ സമൂഹത്തിനെ, യുവ വിദ്യാർത്ഥി സമൂഹത്തിനെ തന്നെ, വളരുന്ന തലമുറകൾക്ക് തന്നെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രത്യേക കോച്ചിങ് സംവിധാനമാണ് നിങ്ങൾക്ക് ഇവിടെ ഗവൺമെന്റ് സമർപ്പിക്കുന്നത്.
വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് അധ്യക്ഷത വഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ MS ശ്രീലു, ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ KP രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു. സുപ്രീം ബേക്കറി ചന്ദ്രാപിന്നയിൽ പ്രവർത്തനം ആരംഭിച്ചു. രാവിലെ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA സുപ്രീം കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒട്ടേറെ സ്ഥാപനങ്ങൾ നടത്തി ധാരാളം ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായി സുപ്രീം ഗ്രൂപ്പ് വളർന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പ്രധാന കേന്ദ്രങ്ങളിലും സുപ്രീം ബേക്കറി ആരംഭിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ നാട്ടിൻപുറത്ത് ആരംഭിച്ച ഒരു ചെറിയ തോതിൽ ആരംഭിച്ച ബേക്കറി വ്യവസായം അത് വലിയ രീതിയിലൊരു ബ്രാൻഡായി രൂപപ്പെട്ട് നമ്മുടെ ജില്ലയിലും അത് സംസ്ഥാനത്തും എല്ലാം വളർന്നു വരത്തക്ക വിധത്തിലൊരു വ്യവസായമായി രൂപപ്പെട്ട് വരുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. സുപ്രീം ഗ്രൂപ്പ് ഒരു ബേക്കറി ആരംഭിക്കുമ്പോൾ അവിടെ അതിന്റെ മാർക്കറ്റ് സ്റ്റഡിയൊക്കെ നടത്തിയിട്ടാണ് അവർ ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും ഈ സുപ്രീം ഗ്രൂപ്പ് ഇവിടെ ഒരു ബേക്കറി ആരംഭിക്കുമ്പോൾ അത് ജംഗ്ഷൻ അത് യോഗ്യമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് അത് ആരംഭിച്ചിരിക്കുന്നത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് സുപ്രീം ബേക്കറിയുടെയും പ്രൊഫസർ KU അരുണൻ ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി ഷോപ്പിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. സുപ്രീം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ VR സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM അഹമ്മദ് ആദ്യ വിൽപ്പന നടത്തി. പ്രമുഖ വ്യവസായി ജോൺ പോൾ കാഞ്ഞിരത്തിങ്കൽ, SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത്, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രത്ന ചന്ദ്രൻ, ബേക്കറി അസോസിയേഷൻ ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി RM പവിത്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജയ് വൈനപ്പള്ളി, അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, വിവിധ കക്ഷി നേതാക്കളായ PM നാസിർ, MK ഫൽഗുണൻ, MM ശശീന്ദ്രബാബു, PK ഷംസുദ്ദീൻ, ജ്യോതിബാസ് തേവർക്കാട്ടിൽ, TK ഹാരി പോളിറ്റ്, ശിവരാമൻ പറപ്പുള്ളി, KM ഇബ്രാഹിം, VR പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. ചരമവാർത്ത. കയ്പമംഗലം അകമ്പാടം പാണാട്ട് ക്ഷേത്രത്തിന് സമീപം കരയാംവട്ടത്ത് മനോഹരൻ മാസ്റ്റർ നിര്യാതനായി. 68 വയസ്സായിരുന്നു. എടതിരിഞ്ഞി HDP സമാജം ഹൈസ്കൂളിലെ റിട്ടയർഡ് അധ്യാപകനായിരുന്നു. സംസ്കൃത പണ്ഡിതൻ, സാഹിത്യ നിരൂപകൻ, നാടക ഗാനരചയിതാവ് തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു ഇദ്ദേഹം. സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലും സജീവമായിരുന്നു. ലളിത പത്മിനിയാണ് ഭാര്യ. കവിത, മഞ്ജുഹാസ്, ചന്ദസ് എന്നിവർ മക്കളും ഹരിദാസ്, ഷാൻഡി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കയ്പമംഗലം ഗ്രാമോത്സവത്തോടനുബന്ധിച്ച് കുടുംബശ്രീ തൊഴിലുറപ്പ് വാർഷികാഘോഷം നടന്നു. അഴീക്കോട് മുനമ്പം ജങ്കാർ സമരം ശക്തമാക്കുമെന്ന് സമരസഹായ സമിതി നേതാക്കൾ. തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ സയൻസ് സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.